ഹലോ എവ്രി വൺ. സോ കൊഗ്നിറ്റീവ് തിയറീസ് ഓഫ് ഇമോഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന അടുത്ത തിയറിയാണ് എക്സ്പെക്റ്റൻസി തിയറി എന്ന് പറയുന്നത്. സോ എക്സ്പെക്റ്റൻസി തിയറി എന്ന് പറയുമ്പോൾ ആ പേരിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു തിയറിൻ്റെ. അല്ലെങ്കിൽ ഒരു ഔട്ട്കം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊരു ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ്റെ ബേസിലാണ് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു തിയറിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് വിക്ടർ എച്ച് ബ്രൂം എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റാണ്. 1964 ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്യുന്നത് കേട്ടോ. സോ ഈ തിയറിയിൽ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്പെക്റ്റൻസി തിയറി ഓഫ് മോട്ടിവേഷൻ സജസ്റ്റ് ദാറ്റ് വെൻ വി ആർ തിങ്കിങ് അബൌട്ട് ദ ഫ്യൂച്ചർ വി ഫോർമുലേറ്റ് ഡിഫറെൻറ്റ് എക്സ്പെക്റ്റേഷൻസ്. അതായത് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിന് മുന്നിൽ കാണുന്ന സമയത്ത് നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യും അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വെൻ വി ആർ പ്രെഡിക്റ്റ് ദർ വിൽ മോസ്റ്റ് ലൈക്ലി ടു ബി എ പോസിറ്റീവ് ഔട്ട്കം വി ബിലീവ് ദാറ്റ് വി ആർ ഏബിൾ ടു മേക്ക് ദാറ്റ് പോസിബിൾ ഫ്യൂച്ചർ എ റിയാലിറ്റി. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഔട്ട്കംസിനെ കുറിച്ച് തിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പോസിറ്റീവ് ആസ്പെക്ട്സിലായിരിക്കും എപ്പോഴും നമ്മൾ ആ ഒരു തിങ്കിങ് അല്ലെങ്കിൽ ആ ഒരു കൊഗ്നീഷൻ മുന്നോട്ട് പോകാമെന്ന് പറയുന്നത്. അപ്പോൾ പീപ്പിൾ to feel more motivated to pursue those likely outcome. എപ്പോഴും ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ മനുഷ്യന്മാർ എപ്പോഴും പ്രിഫർ ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ മോട്ടിവേറ്റഡ് ആവുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ഔട്ട്കം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. This leads to people to feel more motivated to pursue those likely outcome. പോസിറ്റീവായിട്ടുള്ള നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം ആയിരിക്കും ഔട്ട്കം നേടാനായിരിക്കും നമ്മൾ കൂടുതലായിട്ടും മോട്ടിവേറ്റഡ് ആവുക. അത് നോർമലായിട്ട് നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ തന്നെ അല്ലേ. നമുക്കെപ്പോഴും നമ്മൾ ജീവിച്ചു പോകേണ്ട തന്നെ എങ്ങനെയാണ് ഒരു നല്ല ഒരു ഔട്ട്കം അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചറിന് ഒരു പോസിറ്റീവ് ഔട്ട്കമ്മിന് വേണ്ടി എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും. അതായിരിക്കും നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ലൈക്ലി ഔട്ട്കം ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു തിയറിയിൽ മെയിനായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ മോട്ടിവേഷൻ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന മോട്ടിവേഷനിൽ മെയിനായിട്ടും 3 എലമെൻറ്റ്സ്, ഓക്കെ 3 കീ എലമെൻറ്റ്സ് കൂടിച്ചേർന്നതാണ്. 3 കീ എലമെൻറ്റ്സ് കൂടിച്ചേർന്നിട്ടാണ് അല്ലെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുക എന്നുള്ളതാണ്. അപ്പം ഏതൊക്കെയാണ് ആ 3 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് വാലൻസ് ആണ്, രണ്ടാമത്തെ ഇൻസ്ട്രുമെൻറ്റാലിറ്റി ആണ്, മൂന്നാമത്തെ എക്സ്പെക്റ്റൻസി. ഈ 3 ഫാക്ടേഴ്സിനെയാണ് മെയിനായിട്ട് ഈ തിയറിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെൻറ്റാലിറ്റി ആൻഡ് വാലൻസ്. അപ്പോൾ എന്താണ് എക്സ്പെക്റ്റൻസി എന്നുള്ളത് നോക്കാം. എക്സ്പെക്റ്റൻസിൻ്റെ അണ്ടറിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈസ് ദ ബിലീഫ് ദാറ്റ് വൺ ഹാസ് ദ ക്യാപ്പബിലിറ്റീസ് ടു പ്രൊഡ്യൂസ് ദ ഔട്ട്കം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു ഔട്ട്കം ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ഗോളിനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുക എന്നുള്ളത്. അപ്പം അതിൽ 3 ഫാക്ടേഴ്സാണ് മെയിനായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റൻസി ആണ്. എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്കം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിശ്വാസത്തിനെയാണ് നമ്മൾ എക്സ്പെക്റ്റൻസി എന്ന് പറയുക. ഓക്കെ, അപ്പം ആ എക്സ്പെക്റ്റൻസി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബിലീഫാണ്, നമുക്ക് ഒരു ഔട്ട്കം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ബിലീഫിനെയാണ് നമ്മൾ എക്സ്പെക്റ്റൻസി എന്ന് പറയുക. അപ്പം നമുക്കൊരു ആ ഒരു എക്സ്പെക്റ്റൻസി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ബിലീഫ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡിസൈറബിൾ ഔട്ട്കം നേടാൻ പറ്റുള്ളൂ.
അല്ലേ? സോ ഇഫ് പീപ്പിൾ ഫീൽ ലൈക്ക് ദേ ലാക്ക് ദ സ്കിൽസ് ഓർ നോളജ് ടു അച്ചീവ് ദ ഡിസൈർഡ് ഔട്ട്കം, ദേ വിൽ ബി ലെസ് മോട്ടിവേറ്റഡ് ടു ട്രൈ. ഇപ്പോൾ നമ്മളൊരു കാര്യം, നമുക്കൊരു ഗോളുണ്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്കം നമുക്ക് നേടാനായിട്ടുണ്ട്, നമുക്ക് ആ പറയപ്പെട്ട സ്കില്ല് ഇല്ല എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഔട്ട്കം നേടാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഔട്ട്കം അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ലെസ് മോട്ടിവേറ്റഡ് ആയിരിക്കും അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു കാര്യം നേടണം എന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് തോന്നുകയാണ് നമുക്ക് അത് നേടാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള നോളജ് ഇല്ല, സ്കില്ലില്ല എന്നൊക്കെ നമുക്ക് തോന്നുകയാണ്. ലൈക്ക് അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്തായിരിക്കും? ഒബ്വിയസ്ലി ലെസ് ആയിരിക്കും. ഓക്കെ, ലെസ് മോട്ടിവേഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഔട്ട്കം പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് നേടാനുള്ള നമ്മളെ ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് തോന്നുന്നത്, നമ്മൾ ആ ഒരു വിശ്വാസത്തിനെയാണ്, ബിലീഫിനെയാണ് എക്സ്പെക്റ്റൻസി എന്ന് പറയുക. നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവുകയാണ് ലൈക്ക് ആ ഒരു ഔട്ട്കം നേടാനുള്ള സ്കില്ലും നോളജും നമുക്കില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ദേ വിൽ ബി ലെസ് മോട്ടിവേറ്റഡ് ടു ട്രൈ. നമുക്ക് ആ ഒരു ഔട്ട്കം അച്ചീവ് ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും എന്നുള്ളതാണ്. പീപ്പിൾ ഹു ഫീൽ capable on other hand will be more likely to try reach that goal. നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും, നമ്മൾ ക്യാപ്പബിൾ ആണ് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ആ ഒരു ഗോളിലേക്ക് എത്താൻ കുറച്ചും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അതിന് ഒരു മോട്ടിവേഷൻ, അത് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷന് കുറച്ച് ഹൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫാക്ടറാണ് ഇൻസ്ട്രുമെൻറ്റാലിറ്റി എന്ന് പറയുന്നത്, വിച്ച് റെഫേഴ്സ് ടു വെദർ പീപ്പിൾ ബിലീവ് ദാറ്റ് ദേ ഹാവ് എ റോൾ ടു പ്ലേ ഇൻ ദ പ്രെഡിക്റ്റഡ് ഔട്ട്കം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിസൈർഡ് ഔട്ട്കം സെറ്റ് ചെയ്തു, അത് അച്ചീവ് ചെയ്യാനുള്ള മോട്ടിവേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അച്ചീവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിനെയാണ് നമ്മൾ എക്സ്പെക്റ്റൻസി എന്ന് പറയുക. ഇനി ഇൻസ്ട്രുമെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്കം നേടുന്നതിൽ നമുക്കൊരു റോളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു പങ്കുണ്ട്, എന്നെക്കൊണ്ട് അതിന് പറ്റും, അല്ലെങ്കിൽ പറ്റും എന്നുള്ളതല്ല, എനിക്കതിൽ റോളുണ്ട് എന്നുള്ളൊരു വിശ്വാസം. റെഫേഴ്സ് ടു വെദർ ദ പീപ്പിൾ ബിലീവ് ദാറ്റ്, നമ്മളൊരു വിശ്വാസമാണ്, ദേ ഹാവ് എ റോൾ ടു പ്ലേ ഇൻ ദ പ്രെഡിക്റ്റഡ് ഔട്ട്കം. അവർക്ക് ഈ ഒരു പ്രെഡിക്റ്റഡ് ഔട്ട്കം അച്ചീവ് ചെയ്യുന്നതിൽ നല്ല റോളുണ്ട് എന്ന് അങ്ങനെയുള്ളൊരു വിശ്വാസത്തിനെയാണ് ഇൻസ്ട്രുമെൻറ്റാലിറ്റി എന്ന് പറയുക. ഇപ്പം ചില ആക്ഷൻസ് അല്ലെങ്കിൽ ചില ഔട്ട്കം അല്ലെങ്കിൽ ചില ബിഹേവിയർ, ചില ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്കധികം റോളില്ല, നമുക്ക് തോന്നുകയാണ് എനിക്കധികം റോളില്ല, അത് മറ്റുള്ളവർ വിചാരിച്ചാൽ അത് നടക്കുള്ളൂ, അങ്ങനെയുള്ള കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കത് ആ ഒരു ഗോളിലേക്ക് എത്താൻ നമ്മൾ ലെസ് മോട്ടിവേറ്റഡ് ആയിരിക്കും. ഇഫ് ദ ഈവൻറ്റ് സീംസ് ടു റാൻഡം ഓർ ഔട്ട്സൈഡ്, നമുക്ക് അധികം അത്ര കറക്റ്റ് അല്ലാത്ത അല്ലെങ്കിൽ അത്രത്തോളം സ്ട്രക്ചേർഡ് അല്ലാത്ത ഒരു ഔട്ട്കം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് കൺട്രോൾ, നമ്മളുടെ കൺട്രോളിലല്ല എന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഔട്ട്കം എന്ന് പറയുന്നത് നമ്മളുടെ കൺട്രോളിലല്ല എന്നുണ്ടെങ്കിൽ, പീപ്പിൾ will feel less motivated to pursue that course of action. എന്തായിരിക്കും, ഈ ഇൻഡിവിജ്വൽസ് ആ ഒരു ആക്ഷനിലേക്ക് എത്താൻ ലെസ് മോട്ടിവേറ്റഡ് ആയിരിക്കും. ഇഫ് ദ ഇൻഡിവിജ്വൽസ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദി സക്സസ് ഓഫ് എൻഡീവർ, ഇപ്പോൾ നമ്മൾ എന്താണോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗോൾ അല്ലെങ്കിൽ ഔട്ട്കം, അതിൽ ഇൻഡിവിജ്വൽസിന് നല്ലൊരു ഗോളുണ്ട്, അല്ലെങ്കിൽ ആ സക്സസ്സിലേക്ക് എത്താൻ ഈ പറയപ്പെട്ട വ്യക്തിക്ക് അത്യാവശ്യം റോളുണ്ട് എന്നുണ്ടെങ്കിൽ, പീപ്പിൾ വിൽ ഫീൽ മോർ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ദാറ്റ് പ്രോസസ്സ്. അവർ കുറച്ചും കൂടെ എന്തായിരിക്കും, മോട്ടിവേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നല്ലോണം റോളുണ്ട് എന്നുണ്ടെങ്കിൽ വി വിൽ ബി മോർ മോട്ടിവേറ്റഡ് ദാൻ ഇഫ് ദ ഗോൾ ഈസ് ഔട്ട്സൈഡ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് കൺട്രോൾ. അതിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്
നമുക്ക് റോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇൻസ്ട്രുമെൻ്റൽ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നമുക്ക് റോൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളെ റോള് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഔട്ട്കം നേടാലോ എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ വാലൻസ് ആണ് മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. വാലൻസ് ആണ് വിച്ച് റെഫേഴ്സ് ടു ദ വാല്യൂ പീപ്പിൾ പ്ലേസ് ഓൺ ദ പൊട്ടൻഷ്യൽ ഔട്ട്കം. നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഈ ഒരു ഔട്ട്കം, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഔട്ട്കം, ഈ ഔട്ട്കത്തിന് അല്ലെങ്കിൽ ഔട്ട്കമ്മിന് നമ്മൾ എത്രത്തോളം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട്, അത് നമുക്ക് എത്രത്തോളം വാല്യുബിൾ ആണ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് വാലൻസ്. ഇപ്പം നമുക്ക് കിട്ടുന്ന ഈ ഔട്ട്കം, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്കം, ഇപ്പോൾ ഹൈ സാലറി ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് അത്, ആ ഒരു ഔട്ട്കം നമുക്ക് എത്രത്തോളം വാല്യുബിളാണ്, നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, സിഗ്നിഫിക്കൻ്റ് ആണ്, ആ ഒരു അതിൻ്റെ ആ ഡിഗ്രിനെയാണ് നമ്മൾ വാലൻസ് എന്ന് പറയുക. തിങ്സ് ദാറ്റ് സീംസ് അൺലൈക്ലി ടു പ്രൊഡ്യൂസ് പേഴ്സണൽ ബെനഫിറ്റ് ഹാവ് എ ലോ വാലൻസ് വൈൽ ദോസ് ദാറ്റ് ഓഫർ ഇമ്മീഡിയറ്റ് പേഴ്സണൽ റിവാർഡ്സ് ഹാവ് എ ഹയർ വാലൻസ്. പൊതുവെ എപ്പോഴും നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള റിവാർഡ്സ് ഒക്കെ കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആ ഔട്ട്കം നമുക്കൊരു പേഴ്സണൽ റിവാർഡ് അല്ലെങ്കിൽ പേഴ്സണൽ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഹൈ വാലൻസ് ഉണ്ട് എന്നുള്ളത്, അല്ലേ? ഹൈ വാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ റിവാർഡ്സിനൊക്കെ നമ്മൾ പൊതുവേ അത്രത്തോളം വാല്യൂ കൊടുക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? അപ്പം വാലൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ആ ഒരു ഔട്ട്കത്തിന് വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഹൈ റിവാർഡ്സ്, പേഴ്സണൽ റിവാർഡ്സ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം വാല്യബിളാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്താൽ നമുക്ക് നല്ല സാലറി അല്ലെങ്കിൽ നല്ല പ്രൊമോഷൻ, നല്ല വേജൊക്കെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് ഹൈ വാലൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. നമുക്ക് റിവാർഡ്സ് കിട്ടുകയാണല്ലേ, അപ്പോൾ നമുക്ക് ഹൈ വാലൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പം ഈ വാലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ഉണ്ടാവും, എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ഔട്ട്കം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനാണ്, നമുക്ക് നമ്മൾ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സെൽഫായിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇൻട്രിൻസിക് ആയിട്ടുള്ള നമ്മൾ ബോഡീൻ്റെ ഇൻസൈഡിലുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സാണ് നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയാൻ പറ്റും. എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം ഇപ്പം റിവാർഡ്സ് എന്ന് പറയുമ്പം നമുക്ക് ഒരു മണി അല്ലെങ്കിൽ സാലറി, പ്രമോഷൻ, ഇതൊക്കെ നമുക്കൊരു എക്സ്ട്രിൻസിക് ആയിട്ട് അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഫാക്ടേഴ്സാണല്ലേ. അപ്പം ഇങ്ങനെ ഈ രണ്ട് രീതിയിലുള്ള വാലൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ റിവാർഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ രീതിയിൽ വാലൻസും അതേപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റാലിറ്റിയും എക്സ്പെക്റ്റൻസും ആണ് 3 എലമെൻറ്റ്സ്, കീ എലമെൻറ്റ്സ് മോട്ടിവേഷനെ കൺസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 കീ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പം ഈ ഒരു പിക്ചറിലുണ്ട് നമ്മൾ ഈ എക്സ്പെക്റ്റൻസി തിയറിൻ്റെ മെയിനായിട്ടുള്ള 3 കാര്യങ്ങൾ. അപ്പോൾ എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെൻറ്റാലിറ്റി, വാലൻസ്. എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മളുടെ എഫേർട്ടാണ്, നമ്മളുടെ ക്യാപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. ഇൻസ്ട്രുമെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ റോൾ എത്രത്തോളം അതിലുണ്ട് ആ ഒരു ഔട്ട്കം അച്ചീവ് ചെയ്യാൻ എന്നുള്ളതാണ്. വാലൻസ് എന്ന് പറഞ്ഞാൽ റിവാർഡാണ്, അല്ലെങ്കിൽ വാല്യൂ, എത്രത്തോളം വാല്യൂ ഉണ്ട് ഔട്ട്കമ്മിന്. ഇതിൻ്റെയൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റാണ് നമുക്കുണ്ടാവുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതാണ് മെയിനായിട്ട് ഈ തിയറിയിൽ പറയാനുള്ളത്. സോ നമുക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ഒരു ഔട്ട്കമ്മിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ന് പറയുന്നു. അക്കോർഡിംഗ് ടു ദിസ് തിയറി, എക്സ്പെക്റ്റൻസി തിയറി പ്രകാരം നമ്മളെല്ലാവരും പ്ലെഷർ, ഹാപ്പിനെസ് കൂട്ടാൻ വേണ്ടിയിട്ടും മിനിമൈസ് പെയിന് കുറക്കാൻ വേണ്ടിയിട്ടുമാണ് പൊതുവെ ശ്രമിക്കുക. ഈ നോർമലി നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ, നമ്മളെപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനും നമ്മൾ പ്ലെഷർ അല്ലെങ്കിൽ എപ്പോഴും ഒരു പോസിറ്റീവ് മൂഡിലായിരിക്കാനാണ് നമുക്കിഷ്ടം. നമ്മൾ പെയിനും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒഴിവാക്കാനും മിനിമൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. ദിസ് മീൻസ് ദാറ്റ് പീപ്പിൾ ബിഹേവ് ഇൻ എ വേ ദാറ്റ് റിസൾട്ട് ഇൻ ദി ബെസ്റ്റ് ഔട്ട്കം ഓർ റിവാർഡ്. അപ്പോൾ നമ്മളെപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുക നമുക്ക് എപ്പോഴും ബെസ്റ്റ് ഔട്ട്കം ഉണ്ടാവണം അല്ലെങ്കിൽ റിവാർഡ് ഉണ്ടാവണം എന്നുള്ള രീതിയിലായിരിക്കും. സോ
ഇവിടെ നമ്മൾ പറയുന്നു മോട്ടിവേഷൻ എന്ന് പറയുമ്പം നമുക്കെപ്പോഴും ഒരു ഡിസേർഡ് ഔട്ട്കം നേടാനായിരിക്കും. നമ്മൾ മാക്സിമൈസ് പ്ലെഷർ, ദാറ്റ് മീൻസ് എപ്പോഴും പീപ്പിൾ വിൽ ഹാവ് ദ ടെൻഡൻസി ടു മാക്സിമൈസ് പ്ലെഷർ ആൻഡ് മിനിമൈസ് പെയിൻ ആൻഡ് എപ്പോഴും ബെസ്റ്റ് ഔട്ട്കം ആയിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. സോ വ്രൂം സജസ്റ്റ് ദാറ്റ് ആൻ എംപ്ലോയീസ് ബിലീവ് എബൌട്ട് എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെൻറ്റാലിറ്റി, ബാലൻസ്. അപ്പോൾ ഈ എക്സ്പെക്റ്റൻസി തിയറി നമ്മൾ കുറച്ചും കൂടെ ഒരു ഓർഗനൈസേഷണൽ സെറ്റിങ്സിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൈക്കോളജിയിലൊക്കെയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുക. അപ്പോൾ അവിടുത്തെ എംപ്ലോയീസിനെയൊക്കെ പറയുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ടും നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. സോ വ്രൂം സജസ്റ്റ് ദാറ്റ് ആൻ എംപ്ലോയീസ് ബിലീവ് എബൌട്ട് എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെൻറ്റാലിറ്റി ആൻഡ് ബാലൻസ്, ഈ 3 ഫാക്ടേഴ്സും വെച്ചിട്ടാണ് പറയുന്നത്. സോ ഇതാണ് ഇതിൽ മെയിൻ കാര്യം എന്ന് പറയുന്നത്. മോട്ടിവേഷണൽ ഫോഴ്സ് M ഈസ് ഈക്വൽ ടു E ഇൻറ്റു I ഇൻറ്റു V. നമ്മൾ പറഞ്ഞിട്ടുള്ള എക്സ്പെക്റ്റൻസി I, ഇൻസ്ട്രുമെൻറ്റാലിറ്റി V ഫോർ ബാലൻസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ പ്രൊഡക്റ്റാണ് എന്ത് എന്ന് പറയുന്നത്, മോട്ടിവേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെൻറ്റാലിറ്റി, ബാലൻസിൻ്റെയൊക്കെ ബൈ പ്രൊഡക്റ്റാണ് മോട്ടിവേഷണൽ ഫോഴ്സ്. സോ എക്സ്പെക്റ്റൻസി എന്തായിരുന്നു? ഇൻഡിവിജ്വൽ put effort and they expect certain result. Instrumentality, the performance of the individual. Balance, how much the outcome or reward is valued. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് ബോണസ്, റെക്കഗ്നീഷൻ, പ്രൊമോഷൻ, പ്രൈസ് എക്സെട്ര, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബാലൻസിൽ വേണ്ടി പറയാൻ പറ്റുക. ഓക്കെ, സോ ദ തിയറി ഈസ് മെയിൻലി അപ്ലൈഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയാസിലാണ്, ഓർഗനൈസേഷണൽ സെറ്റിങ്സിലാണ് നമുക്ക് കുറച്ചും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ എക്സ്പെക്റ്റൻസി തിയറി സജസ്റ്റ് ദാറ്റ് എംപ്ലോയീസ് ആർ മോർ ലൈക്ലി ടു ബി മോട്ടിവേറ്റഡ് വെൻ they perceive that their effort will result in successful performance and ultimately in desired rewards and outcome. ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ മൾട്ടിനാഷണൽ MNCസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എംപ്ലോയീസൊക്കെ ഇവർ എപ്പോഴാണ് നല്ലോണം മോട്ടിവേറ്റഡ് ആവുക? ഇവർ നല്ലോണം വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊജക്റ്റ് കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് അവരാഗ്രഹിക്കുന്ന ഒരു ഔട്ട്കം അല്ലെങ്കിൽ റിവാർഡ്, അവർക്ക് സാലറി ഇൻക്രിമെൻറ്റോ അല്ലെങ്കിൽ വേറെ വല്ല പ്രൊമോഷനോ അങ്ങനെയുള്ള ഔട്ട്കം റിവാർഡ്സൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് അവർ ഒരു നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ നല്ല എഫേർട്ടഡ് അല്ലെങ്കിൽ നല്ല മോട്ടിവേറ്റഡ് ആവാം. നമ്മൾ ഈ ഒരു തിയറി തന്നെ പറയുന്നത് നമ്മൾക്ക് നല്ല റിവാർഡ്സ് ഔട്ട്കമോ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ നല്ലോണം എഫേർട്ടഡും നല്ല പെർഫോമൻസ് കാണിക്കും എന്നുള്ളതാണ്. സോ എക്സ്പെൻസീവ് തിയറി സജസ്റ്റ് ദാറ്റ് എംപ്ലോയീസ് ആർ മോർ ലൈക്ലി ടു ബി മോട്ടിവേറ്റഡ്. എംപ്ലോയീസ് എപ്പോഴാണ് കൂടുതലായിട്ട് മോട്ടിവേറ്റഡ് ആവുക? വെൻ ദേ പെർസീവ് ദാറ്റ് ദെയർ എഫേർട്ട്, അവർ മനസ്സിലാക്കുകയാണ് അവരുടെ എഫേർട്ട് അല്ലെങ്കിൽ അവരുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഇൻ സക്സസ്ഫുൾ പെർഫോമൻസ് ആൻഡ് അൾട്ടിമേറ്റ് ഇൻ ഡിസൈർഡ് റിവാർഡ്സ് ആൻഡ് ഔട്ട്കം. സക്സസ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ എഫേർട്ട് എപ്പോഴാണ് സക്സസ് ആവുക അല്ലെങ്കിൽ പെർഫോമൻസ് എപ്പോഴാണ് സക്സസ് ആവുക, അവരാഗ്രഹിക്കുന്ന റിവാർഡ്സും ഔട്ട്കമും കിട്ടുമ്പോഴാണ് അവർ കുറച്ചും കൂടെ മോട്ടിവേറ്റഡ് ആവുക അല്ലെങ്കിൽ എഫേർട്സ് ഇടാൻ തയ്യാറാവുക എന്നുള്ളതാണ്. സോ ഈ ഒരു തിയറി പ്രകാരം നമുക്ക് പറയാൻ പറ്റുന്നതാണ് മോട്ടിവേഷൻ ഫോഴ്സ് വിച്ച് is the by-product of expectancy, instrumentality and valence. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ എക്സ്പെക്റ്റൻസി തിയറിയിൽ പറയാനുള്ളത്. മെയിനായിട്ടും ഈ 3 പോയിൻറ്റ്സ് ആണ്. അപ്പോൾ എക്സ്പെക്റ്റൻസി തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ വിക്ടർ എച്ച് ബ്രൂം. മെയിനായിട്ടും ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷണൽ ഏരിയാസിലാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുക. അപ്പം ഈ ഒരു തിയറി പ്രകാരം പറയുന്നത് എപ്പോഴും നമ്മൾ ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഡിസൈറബിൾ ആയിട്ടുള്ള ഔട്ട്കം എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും മോട്ടിവേറ്റഡ് ആവുന്നത്. അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്, എലമെൻറ്റ്സ് ആണ് എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെൻറ്റാലിറ്റി ആൻഡ് വാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് തിയറി മോട്ടിവേഷണൽ ഫോഴ്സ് is the by-product of expectancy, instrumentality and valence. മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ തിയറിയിൽ പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്ത തിയറി എന്ന് പറയുന്നത് ആട്രിബ്യൂഷൻ തിയറിയാണ്. അപ്പം കോഗ്നിറ്റീവ് തിയറീസിലെ ലാസ്റ്റ് തിയറിയാണ് ആട്രിബ്യൂഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ആട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾക്ക് മുന്നേ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ആട്രിബ്യൂഷൻ എന്നുള്ള ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ഒരു ബിഹേവിയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ഉണ്ടാവുക, ആ ഇവൻ്റോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയറോ
അതിൻ്റെ കോസസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആട്രിബ്യൂഷൻ എന്ന് പറയുക. ദാറ്റ് ഈസ് ഇൻ്റർപ്രറ്റ് കോസസ് ടു ആൻ ഈവൻറ്റ് ഓർ ബിഹേവിയർ. ഒരു ഇവൻറ്റിനെ അല്ലെങ്കിൽ ഒരു ബിഹേവിയറിനെ, ഇപ്പോൾ നമ്മളൊരു ബിഹേവിയർ ചെയ്തു അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് സംഭവിച്ചു, അത് ഇന്നതുകൊണ്ട് സംഭവിച്ചു അല്ലെങ്കിൽ ഇന്നതാണ് അതിൻ്റെ റീസൺ എന്നും പറയുന്നത്, അതിൻ്റെ കോസസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആട്രിബ്യൂഷൻ എന്ന് പറയുക. സോ ബെർണാഡ് വെയ്നർ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു ആട്രിബ്യൂഷൻ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, ആട്രിബ്യൂഷൻ തിയറി ഓഫ് മോട്ടിവേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ടു എക്സ്പ്ലെയിൻ വൈ പീപ്പിൾ ഡു വാട്ട് ദേ ഡു, എന്തുകൊണ്ട് ഈ കാര്യം ചെയ്തു എന്നുള്ളതിന്, വൈ എന്നുള്ള ഒരു കാര്യം, എന്തുകൊണ്ട് ഈ ഒരു കാര്യം നടന്നു അല്ലെങ്കിൽ ചെയ്തു എന്നാണ് ഈ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ആട്രിബ്യൂഷൻ തിയറി attempts to explain the world and to determine the causes of an event or behavior. Example, why people do what they do. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇവൻ്റ്, ഒരു ബിഹേവിയർ എന്തുകൊണ്ട് നടന്നു എന്നുള്ളതിൻ്റെ കോസസ് അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ആട്രിബ്യൂഷൻ എന്ന് പറയുക. So the theory is concerned with how people explain or attribute various causes to events. So the theory is concerned with how people explain or attribute various causes to events. ഈ മെയിനായിട്ട് ഈ തിയറിയിൽ എന്താണ് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ കോസസ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ ഒരു ബിഹേവിയറിൻ്റെ അല്ലെങ്കിൽ ഇവൻറ്റിൻ്റെ കോസസിനെ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ ആട്രിബ്യൂട്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ തിയറിയിലൂടെ ചെയ്യുന്നത്. ഇപ്പോൾ ജനറലായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എക്സാമിന് നല്ല മാർക്ക് വാങ്ങുകയാണ്. ആ എക്സാമിന് നല്ല മാർക്ക് വാങ്ങുന്ന സമയത്ത് നമ്മളെപ്പോഴും അതിൻ്റെ ഒരു റീസൺ, അതിൻ്റെ ആ ഒരു ബിഹേവിയറിൻ്റെ കോസായിട്ട് നമ്മൾ എന്താണ് പറയുക, ഞാൻ നന്നായിട്ട് പഠിച്ചതുകൊണ്ടാണ്, പൊതുവെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു എഫേർട്ട്, ഞാൻ നല്ലവണ്ണം പഠിച്ചുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു മാർക്ക് കിട്ടിയത് അല്ലേ. അപ്പം നമുക്ക് നല്ല ഔട്ട്കം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ടായിട്ടുള്ള ബിഹേവിയറാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അല്ലേ. ഇനി നേരെ മറിച്ച് നമുക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ബിഹേവിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് പൊതുവെ കുറവാണ് അല്ലേ. സോ അതിന് എക്സാമ്പിൾ പറയുന്നത് ദ വിന്നർ വിൽ ആട്രിബ്യൂട്ട്. ഇപ്പോൾ ഒരു സ്പോർട്സ് ഇവൻറ്റ് നടക്കുകയാണ്, അതിൻ്റെ വിന്നർ വിൽ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ബിഹേവിയറിൻ്റെ കോസസ് കണ്ടുപിടിക്കുക. സോ ദ വിക്ടറി ടു ഹിസ് ഓർ ഹെർ എബിലിറ്റി ആൻഡ് ഫീൽ കോൺഫിഡൻറ്റ് എബൌട്ട് ദ നെക്സ്റ്റ് റേസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ ആട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോസ് പറയുന്നത് എന്താ, ആളുടെ എബിലിറ്റി, ആളുടെ കോൺഫിഡൻസ് ആണ്. ആൻഡ് ഫീൽ കോൺഫിഡൻറ്റ് എബൌട്ട് ദ നെക്സ്റ്റ് റേസ്. അപ്പോൾ അടുത്ത കോമ്പറ്റീഷനും ആൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. ഇനി നേരെ തിരിച്ചുള്ളൊരു കേസ് ആലോചിക്കുക. ദ ലൂസർ വിൽ ബ്ലെയിം ദ ലോസ് ഓൺ സർക്കംസ്റ്റൻസ് ബിയോണ്ട് ഹിസ് ഓർ ഹെർ കൺട്രോൾ. നേരെ മറിച്ച് തോറ്റ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആൾ തെറ്റുകൊണ്ടാണെന്ന് പറയാൻ ചാൻസ് കുറവാണ്. അങ്ങനെ പറയുന്നവരുണ്ടാവാം മേ ബി. മോസ്റ്റ് ഓഫ് ദ കേസസ് എന്തായിരിക്കും, ആളുടെ കൺട്രോളിലല്ലാത്ത, അതായത് എനിക്ക് പനിയായതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ്, പ്യുവർ നൈറ്റ് സ്ലീപ്പ്, ഞാൻ ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്പോർട്സിൻ്റെ കോമ്പറ്റീഷന് നടന്ന സമയത്ത് ഞാൻ ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷൂ ആയിരുന്നു, ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഷൂ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ രീതിയിൽ അതുകൊണ്ടാണ് എനിക്കിത് നേടാൻ പറ്റാത്തത്. അങ്ങനെ രണ്ട് കേസിലും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, എക്സ്പ്ലനേഷൻ വരാറുണ്ട്. സോ ഒന്ന് എക്സ്റ്റേണലാണ്, ഒന്ന് ഇൻറ്റേർണലാണ് അല്ലേ. അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ളൊരു ബിഹേവിയറാണ്, ഇവൻ്റാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിലും അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ the theory is concerned with how individuals interpret events and how this relate to their thinking and behavior. സൈക്കോളജിയിൽ ആട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂഷൻ്റെ തിയറീസ് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തിട്ട്
ചെയ്തിട്ടുള്ളത് ഹെയ്ഡർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് 1958. പിന്നെയാണ് വെയ്നർ ആൻഡ് കൊളീഗ്സ് ഒരു തിയററ്റിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്തത് വെയ്നർ ആൻഡ് കൊളീഗ്സ് ആണ്. സോ വെയ്നർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ആട്രിബ്യൂഷൻ തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം നേടുന്ന സമയത്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഇപ്പോൾ നമ്മൾ എക്സാമിന് നല്ല മാർക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടുന്നത് അതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും? നമ്മളുടെ എബിലിറ്റി, നമ്മളെടുക്കുന്ന എഫേർട്ട്, നമ്മൾ ചെയ്യുന്ന ആ ഒരു ടാസ്കിൻ്റെ ഡിഫിക്കൽട്ടി, പിന്നെ നമ്മളെ ലെക്ക്, ഇതൊക്കെ കൂടെ അല്ലെങ്കിൽ ഇതെല്ലാം നമ്മളുടെ അച്ചീവ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എഫക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ ആ അച്ചീവ്മെൻറ്റ് നേടണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫ്ലുവൻസ് ചെയ്യണം, കണക്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. സോ എബിലിറ്റി, എഫേർട്ട്, ടാസ്ക് ഡിഫിക്കൽട്ടി ലൈക്ക് ആസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ആട്രിബ്യൂഷൻസ് ഫോർ അച്ചീവ്മെൻറ്റ്. അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ബിഹേവിയറിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ആട്രിബ്യൂട്ട്സൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്ന മെയിനായിട്ടുള്ള 3 കാറ്റഗറീസ്. ഓക്കെ, ദർ ആർ മെയിൻലി 3 categories of attributes for explaining success or failure, and as a result the theory is also known as 3-dimensional model. അപ്പം നമ്മളൊരു ബിഹേവിയറിൻ്റെ കോസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ടും 3 ആട്രിബ്യൂട്ട്സിൻ്റെ കാറ്റഗറീസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ബിഹേവിയർ സക്സസ് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ ഫെയിലിയർ ആവുന്ന സമയത്തോ അതിൻ്റെ കോസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ടും 3 categories ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സോ ഈ 3 categories ഓഫ് ആട്രിബ്യൂട്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അങ്ങനെ ഈ 3 categories ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു തിയറിനെ നമ്മൾ 3-dimensional model ഓഫ് ആട്രിബ്യൂഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 ഫാക്ടേഴ്സ് എന്നുള്ളത് നോക്കാം. അതിലൊന്നാമത്തതാണ് ലോക്കസ് ഓഫ് കൺട്രോൾ, രണ്ടാമത്തെ സ്റ്റെബിലിറ്റി, തേർഡ് വൺ ഈസ് കൺട്രോളബിലിറ്റി. സോ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പം ഇറ്റ് റെഫേഴ്സ് ടു ദ പെർസെപ്ഷൻ ഓഫ് ദ കോസസ് ഓഫ് എൻ ഈവൻറ്റ് ആസ് എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ. ഇപ്പം നമ്മളുടെ മുന്നിൽ ഒരു ഇവൻ്റ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു ബിഹേവിയർ നടന്നു എന്ന് വിചാരിക്കാം. സോ അതിൻ്റെ കോസസിനെ നമ്മൾ എക്സ്റ്റേണൽ ആണോ ഇൻറ്റേർണൽ ആണോ എന്ന് അങ്ങനെയുള്ളൊരു പെർസെപ്ഷനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുക. നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമിൻ്റെ കേസാണ്. എക്സാമിന് നല്ല മാർക്ക് വാങ്ങി എന്ന് വിചാരിക്കുക, ഒരു സബ്ജക്റ്റിന് നല്ല മാർക്ക് വാങ്ങി. അപ്പം ആ നല്ല മാർക്ക് വാങ്ങി എന്ന് പറയുന്ന ഒരു ഇവൻ്റാണ് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ആണല്ലേ. അപ്പം ആ മാർക്ക് വാങ്ങിയതിൻ്റെ റീസൺ, അതിൻ്റെ ഒരു കോസ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതാണല്ലോ ആട്രിബ്യൂഷൻ. അപ്പം ഒന്നെങ്കിൽ നല്ല മാർക്ക് വാങ്ങുമ്പോൾ ഇങ്ങനെ പറയാം, മേ ബി ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് ഞാൻ കുറേ കാലം ഇരുന്ന് വായിച്ച് സമയം കളഞ്ഞ് രാവും പകലും ഇല്ലാതെ പഠിച്ചതുകൊണ്ടാണ് എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയത്, എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ് എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയത്. അപ്പം അതെന്താണ്? ഇൻറ്റേർണലാണ് അല്ലേ, ഇൻറ്റേർണലായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ്. ഇനി നേരെ മറിച്ച് ഒരു കുട്ടിക്ക് എല്ലാ സബ്ജക്റ്റിലും പാസ്സായി, ഒരു സബ്ജക്റ്റിൽ തീരെ മാർക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കുട്ടി പറയാണ്, എനിക്ക് മാർക്ക് കുറഞ്ഞത് ആ സബ്ജക്റ്റിൽ മിസ്സ് പഠിപ്പിച്ചത് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ എക്സാം ഭയങ്കര ടഫായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആ എക്സാമിൻ്റെ രാത്രി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ വെച്ചിട്ടാണ് ആ കുട്ടി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇൻറ്റേർണലും ആയിട്ടുള്ള ഫാക്ടർ വെച്ചിട്ട് നമുക്ക് ഒരു ബിഹേവിയറിൻ്റെ കോസിനെ പറയാൻ പറ്റും, എക്സ്റ്റേണലായിട്ടും പറയാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ ഒരു ഇവൻറ്റിൻ്റെ കോസിനെ എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടും അങ്ങനെ നമ്മൾ പെർസീവ് ചെയ്യുന്ന ആ ഒരു പെർസെപ്ഷനെയാണ് നമ്മൾ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തേതാണ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു വെദർ ദ കോസസ് ഓഫ് ദ ഈവൻറ്റ് ഈസ് സ്റ്റേബിൾ ഓർ അൺസ്റ്റേബിൾ അക്രോസ് ദ ടൈം ആൻഡ് സിറ്റുവേഷൻ.
ഇപ്പോൾ നമ്മൾ ഈ അനലൈസ് ചെയ്യുന്ന ബിഹേവിയർ അല്ലെങ്കിൽ ഈവൻറ്റിൻ്റെ കോസ് സ്റ്റേബിളാണോ അൺസ്റ്റേബിളാണോ എക്രോസ് ദ ടൈം സിറ്റുവേഷൻ. ഇപ്പോൾ ടൈം മാറുന്നതിനനുസരിച്ചും സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ചും അത് മാറുന്നുണ്ടോ, അല്ലെങ്കിൽ ടൈം മാറുന്നതിനനുസരിച്ച് ഈ ഒരു ബിഹേവിയറിൻ്റെ കോസ് മാറുന്നുണ്ടോ, സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് മാറുന്നുണ്ടോ, അല്ലെങ്കിൽ മാറുന്നില്ലേ, അങ്ങനെയുള്ളതിൻ്റെ ആ ഒരു എന്താ ഡിഗ്രീനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയുക. ഇനി കൺട്രോളബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു വെദർ ദ കോസ് ഓഫ് എനി ഇവൻറ്റ് ഈസ് കൺട്രോളബിൾ ഓർ അൺകൺട്രോളബിൾ. കൺട്രോളബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ബിഹേവിയറിൻ്റെ ഇവൻറ്റിൻ്റെ കോസസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളുടെ കൺട്രോളിലല്ലേ, അങ്ങനെ ഉള്ള ആ ഒരു നമ്മളുടെ കൺട്രോളബിലിറ്റീനെയാണ് ഈ മൂന്നാമത്തെ എലമെൻറ്റിൽ അല്ലെങ്കിൽ കാറ്റഗറിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. സോ ഒരു ബിഹേവിയറിൻ്റെ കോസസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇവൻറ്റിൻ്റെ കോസസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് 3 കാറ്റഗറീസ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. അതിൽ ഒന്നാമത്താണ് ലോക്കസ് ഓഫ് കൺട്രോൾ. കോസസ് എക്സ്റ്റേണൽ ആണോ ഇൻറ്റേർണൽ ആണോ എന്നാണ് അതിൽ നോക്കുന്നത്. രണ്ടാമത്താണ് സ്റ്റെബിലിറ്റി. കോസസിൻ്റെ അല്ലെങ്കിൽ ഈ ഇവൻറ്റിൻ്റെ അല്ലെങ്കിൽ ബിഹേവിയറിൻ്റെ കോസസ് സ്റ്റേബിളാണോ അൺസ്റ്റേബിളാണോ, അല്ലെങ്കിൽ എക്രോസ് ദ ടൈം ആൻഡ് സിറ്റുവേഷൻ, സമയത്തിനനുസരിച്ചും സിറ്റുവേഷനനുസരിച്ചും കോസസ് സ്റ്റേബിളാണോ അല്ലെങ്കിൽ അത് അൺസ്റ്റേബിളാണോ എന്ന് നോക്കുന്നതാണ് സ്റ്റെബിലിറ്റി. മൂന്നാമത് കൺട്രോളബിലിറ്റി. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബിഹേവിയറിൻ്റെ ഇവൻറ്റിൻ്റെ കോസസ് കൺട്രോളബിൾ ആണോ അല്ലെങ്കിൽ അൺകൺട്രോളബിൾ ആണോ, നമ്മൾ കൺട്രോളാണോ അല്ലയോ എന്നുള്ളതാണ് കൺട്രോളബിലിറ്റി എന്ന് പറയുന്ന മൂന്നാമത്തെ കാറ്റഗറിയിൽ നോക്കുന്നത്. ഇത്രയാണ് ആട്രിബ്യൂഷൻ തിയറിയിൽ പറയാനുള്ളത്. അതോടുകൂടി നമ്മുടെ കൊഗ്നിറ്റീവ് തിയറീസ് അവസാനിക്കുകയാണ്. അപ്പോൾ മെയിനായിട്ടും നമ്മൾ കൊഗ്നിറ്റീവ് തിയറീസിൻ്റെ അണ്ടറിൽ ബാലൻസ് തിയറി പറഞ്ഞു, കൊഗ്നിറ്റീവ് ഡിസൊണൻസ് തിയറി, എക്സ്പെക്റ്റൻസി തിയറി ആൻഡ് ആട്രിബ്യൂഷൻ തിയറി. ബാലൻസ് തിയറി നമ്മളെപ്പോഴും ഒരു ബാലൻസ്, ഒരു കൺസിസ്റ്റൻസി, സൈക്കോളജിക്കൽ ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അതിൽ 3 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം സ്റ്റേബിളായിരിക്കും, അൺബാലൻസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. കൊഗ്നിറ്റീവ് ഡിസൊണൻസ് തിയറി, കൊഗ്നിറ്റീവ് ഡിസൊണൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിലീഫ്സും ബിഹേവിയേഴ്സും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് കൊഗ്നിറ്റീവ് ഡിസൊണൻസ്. ഇൻഡിവിജ്വൽസ് എപ്പോഴും ഒരു കൊഗ്നിറ്റീവ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിസൊണൻസ് കുറക്കാൻ വേണ്ടിയിട്ടുമാണ് ശ്രമിക്കുക. അതിൻ്റെ കുറച്ച് വേയ്സുകൾ പറഞ്ഞു. മൂന്നാമത്തെ തിയറിയാണ് എക്സ്പെക്റ്റൻസി തിയറി ബൈ വിക്ടർ ബ്രൂം. തിയറിയിൽ മെയിനായിട്ട് 3 ഫാക്ടേഴ്സിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെൻറ്റാലിറ്റി ആൻഡ് വാലൻസ് എന്ന് പറയുന്ന 3 ഫാക്ടേഴ്സ്. ഇതിൻ്റെയൊക്കെ ബൈ പ്രൊഡക്റ്റാണ് മോട്ടിവേഷണൽ ഫോഴ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആൻഡ് ഫൈനലി ആട്രിബ്യൂഷൻ തിയറി. ആട്രിബ്യൂഷൻ തിയറിയിൽ ഈ പറഞ്ഞ പോലെ 3 മെയിൻ കാറ്റഗറീസ്. ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിഹേവിയറിൻ്റെ ഇവൻറ്റിൻ്റെ കോസസ് മനസ്സിലാക്കുക, അനലൈസ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ആട്രിബ്യൂഷൻ തിയറിയിൽ മെയിനായിട്ട് 3 കാറ്റഗറീസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് ഫോർ എക്സ്പ്ലെയിനിങ് ദ കോസസ് ഓഫ് ഇവൻറ്റ് ഓർ ബിഹേവിയർ. അതിൽ ഒന്നാമത്തതാണ് ലോക്കസ് ഓഫ് കൺട്രോൾ, LOC. ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് അത് എക്സ്റ്റേണൽ ആണോ ഇൻറ്റേർണൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. രണ്ടാമത്തത് സ്റ്റെബിലിറ്റി ആണ്, നമ്മളുടെ കോസസ് സ്റ്റേബിളാണോ അൺസ്റ്റേബിൾ ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. മൂന്നാമത്തത് എന്താണ്, കൺട്രോളബിലിറ്റി ആണ്. നമുക്ക് ഈ കോസസ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അൺകൺട്രോളബിൾ ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഇതാണ് മെയിനായിട്ടുള്ള 4 കൊഗ്നിറ്റീവ് തിയറീസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് മോട്ടിവേഷൻ്റെ തിയറീസിൽ പറയാനുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.